അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. സൂരജ് തങ്ങളുടെ രഹസ്യം അറിഞ്ഞത് സന്ദീപേട്ടനോട് പറയണോ? പറഞ്ഞാൽ സന്ദീപേട്ടൻ എത്രമാത്രം തകർന്നു പോകും? തൻ്റെ പരാജയം മറ്റൊരാൾ അറിഞ്ഞെന്ന് കേൾക്കുമ്പോൾ സന്ദീപേട്ടൻ്റെ ഇപ്പോഴുള്ള ആത്മവിശ്വാസം പോലും ഇല്ലാതാകും. അന്ന് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഉള്ള അവസ്ഥ താൻ കണ്ടതല്ലേ? അവളുടെ ചിന്തകൾ ഒരെത്തും പിടിയും കിട്ടാത്തതുപോലെ അലഞ്ഞു നടന്നു. വൈകിട്ട് സന്ദീപ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മൃദുലയെയാണ്. അതുകണ്ട് സന്ദീപിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്തു പറ്റിയടോ? സന്ദീപ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൾ പറഞ്ഞു. ഉറപ്പാണോ? അവൻ വീണ്ടും ചോദിച്ചു. ആ എൻ്റെ സന്ദീപേട്ട, പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇരുന്നതാ. അവൾ പറഞ്ഞതും സന്ദീപിൻ്റെ മുഖത്തൊരു ആശ്വാസം നിറഞ്ഞു. ആ പിന്നെ സന്ദീപേട്ട, ഇന്ന് സൂരജ് ഇവിടെ വന്നിരുന്നു. അകത്തേക്ക് നടന്ന് സന്ദീപിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അവൾ പറഞ്ഞു. എപ്പോ? ഉച്ചയ്ക്ക്. ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചു വന്നതാകും. എന്നിട്ടോ? അവൻ ചോദിച്ചു. എന്നിട്ടെന്താ, കുടിക്കാനൊന്നും തരുന്നില്ലേ എന്നും പറഞ്ഞ് ഇവിടെ കയറിയിരുന്നു. എന്നിട്ട് നീയൊന്നും കൊടുത്തില്ലേ? അവൾ പറഞ്ഞതു കേട്ട് അവനൊരു ചിരിയോടെ ചോദിച്ചു. ഞാൻ നാരങ്ങവെള്ളം കൊടുത്തു. പിന്നെ ഉണ്ടല്ലോ സന്ദീപേട്ട, എനിക്ക് ആളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എടോ, അവൻ അങ്ങനെയാ, മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ വെറുതെ പറയുന്നതാ. പറഞ്ഞുകൊണ്ടിരുന്ന സന്ദീപിൻ്റെ മുഖം പെട്ടെന്നൊന്ന് ചുളിഞ്ഞു. എന്താടോ, എന്തു പറ്റി? തന്നോടെന്തെങ്കിലും? അവനൊരു വെല്ലായ്മയോടെ ചോദിച്ചു. ഏയ് അങ്ങനെയൊന്നുമില്ല സന്ദീപേട്ട, പക്ഷേ എനിക്കെന്തോ ആളെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആളുമായി ഇനി വലിയ കൂട്ടിനൊന്നും പോകണ്ടാട്ടോ. പിന്നെ ഇനി ഇവിടേക്ക് വിളിച്ച് കൂട്ടുകൂടാനൊന്നും നിൽക്കേണ്ട, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്താടോ, എന്താണെങ്കിലും പറയ്, എന്തെങ്കിലും പ്രശ്നം? അവൻ വീണ്ടും ചോദിച്ചു. പ്രശ്നമൊന്നും ഉണ്ടായില്ല സന്ദീപേട്ട, പക്ഷേ എനിക്കെന്തോ ഒരു വെല്ലായ്മ. ഇനി അങ്ങോട്ട് ഒന്നും ഉണ്ടാകാതിരിക്കാനാ പറയുന്നത്. ഞാൻ ചായ എടുക്കാം, പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ സന്ദീപിൻ്റെ മനസ്സിൽ അപ്പോഴും എന്തോ ഒരു വെല്ലായ്മ നിറഞ്ഞു നിന്നു. ആലോചിച്ചു നോക്കുമ്പോൾ മൃദുലയെ കണ്ടതു മുതലുള്ള സൂരജിൻ്റെ സംസാരം ശരിയല്ല. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തനിക്ക് അപ്പോൾ അതൊരു തമാശ മാത്രമായേ തോന്നിയുള്ളൂ. കൂട്ടത്തിൽ തന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ എന്നും ചോദിച്ചു. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന സ്ഥിതിക്ക് സൂരജിനോട് ഒന്നും ചോദിക്കാനും പറ്റില്ല. എന്തായാലും ഇനി അവനോട് ബന്ധത്തിന് പോകേണ്ട, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, സന്ദീപ് വിചാരിച്ചു. സൂരജിൻ്റെ നോട്ടം ഒരു വേട്ടക്കാരൻ്റേതായിരുന്നു. ഇന്ന് സന്ദീപ് ഇല്ലാത്തപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. സന്ദീപിൻ്റെ കുറവുകളെ കളിയാക്കിക്കൊണ്ടും തനിക്ക് പകരം നിൽക്കാൻ കഴിയുമെന്ന രീതിയിലുമുള്ള അവൻ്റെ സംസാരം അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു കൂട്ടുകാരിയെ കാണാനായി പുറത്തേക്കിറങ്ങിയതാണ് മൃദുല. അപ്പോഴാണ് സൂരജ് അവളെ കാണുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന അവൾക്കരികിലേക്ക് സൂരജ് വന്നു. ഹായ് മൃദുല, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അവൻ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു, മൃദുല വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. സൂരജ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു. മൃദുല, എന്തിനാ നീ ഇങ്ങനെ ഈ തണുത്ത ജീവിതം നയിക്കുന്നത്? സന്ദീപിന് നിനക്ക് തരാൻ കഴിയാത്തത് നൽകാൻ എനിക്ക് കഴിയും. അവനൊന്നും അറിയാൻ പോകുന്നില്ല. അല്പം നേരം മിണ്ടാതെ നിന്ന സൂരജ് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് മന്ത്രിച്ചു. സൂരജ്, സന്ദീപേട്ടൻ എൻ്റെ ജീവനാണ്. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിൽ പുറത്തുനിന്നൊരാൾ ഇടപെടേണ്ട. തന്നെ ഞാനൊരു സുഹൃത്തായിട്ടാണ് കണ്ടത്. ഇനിയും ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ സന്ദീപേട്ടനോട് എല്ലാം പറയും. അവൾ പറഞ്ഞതും സൂരജ് ഒന്ന് ചിരിച്ചു. നീ പറയില്ല മൃദുല. പറഞ്ഞാൽ സന്ദീപ് തകർന്നു പോകുമെന്ന് നിനക്കറിയാം. അവനിപ്പോൾ ഡോക്ടറെ കാണുന്നത് പോലും നിന്റെ സന്തോഷത്തിനാണ്. ഞാനിത് അറിഞ്ഞെന്നറിഞ്ഞാൽ അത് അവനെ മാനസികമായി തളർത്തും. അത് നീ ആഗ്രഹിക്കുന്നുണ്ടോ? മൃദുല തളർന്നുപോയി. അവൻ പറഞ്ഞത് ശരിയാണ്. സന്ദീപിൻ്റെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം തകർക്കാൻ അവൾക്ക് ആവില്ല. ഈ മൗനം സൂരജിന് കൂടുതൽ കരുത്ത് നൽകി. എങ്ങനെയെങ്കിലും മൃദുലയെ സ്വന്തമാക്കുക എന്നത് സൂരജിൻ്റെ ഒരു വാശിയായി മാറി. ഒരു വശത്ത് തകർക്കാനാവാത്ത സ്നേഹവും മറുവശത്ത് ക്രൂരമായ ചതിയും. ആ വീടിനുള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ പോകുകയായിരുന്നു. അന്ന് രാത്രി പുറത്ത് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജനൽ ചില്ലുകളിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികൾക്ക് ഒരു പ്രത്യേക സംഗീതമുണ്ടെന്ന് മൃദുലയ്ക്ക് തോന്നി. അവൾ മുറിയിൽ വന്ന് ബെഡിൽ ഇരിക്കുമ്പോൾ സന്ദീപ് കുളി കഴിഞ്ഞു വരികയായിരുന്നു. മുടിയിൽ നിന്നും ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികളുമായി അവൻ അവളുടെ അടുത്തേക്ക് വന്നു. മൃദുല അവനെ നോക്കിയൊന്ന് ചിരിച്ചു.
ആ ചിരിയിൽ പഴയ നിരാശയുണ്ടായിരുന്നില്ല. സന്ദീപ് അവളുടെ അരികിൽ വന്നിരുന്നു. അവൻ പതിയെ അവളുടെ കൈകൾ തൻ്റെ കയ്യിലെടുത്തു. അവൻ്റെ കയ്യിലെ തണുപ്പ് അവളിലൊരു കുളിര് വീഴ്ത്തി. മൃദു, അവൻ വിളിച്ചു. എന്താ സന്ദീപേട്ടാ? ഇത്രയും കാലം ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ? എൻ്റെ വാശിയും അഭിമാനവും കാരണം നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്, ഒരു ധൈര്യവും. സന്ദീപ് അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. മൃദുല ഒന്നും പറഞ്ഞില്ല. അവൾ തൻ്റെ വിരലുകൾ അവൻ്റെ വിരലുകൾക്കിടയിൽ കോർത്തു പിടിച്ചു. സന്ദീപ് പതുക്കെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അത് മുൻപത്തെ പോലെ ഒരു സാധാരണ ചുംബനമായിരുന്നില്ല. അതിൽ ഒരു തരം തീവ്രതയുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മൃദു, എനിക്ക് നിന്നെ അത്രയ്ക്കും ജീവനാണ്. ശരീരം ചിലപ്പോൾ തോറ്റുപോകുമായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്. അവൻ്റെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. മൃദുല പതുക്കെ മുഖമുയർത്തി സന്ദീപിൻ്റെ ചുണ്ടുകളിൽ വിരൽ വെച്ചു. എനിക്ക് ആ സ്നേഹം മാത്രം മതി സന്ദീപേട്ടാ. ഏട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോഴുള്ള ഈ സുരക്ഷിത ബോധം, അത് മറ്റെന്തിനേക്കാളും വലുതാണ്. അവൾ പറഞ്ഞതും സന്ദീപ് അവളെ കൂടുതൽ മുറുക്കി പുണർന്നു. മഴയുടെ തണുപ്പിൽ അവർക്കിടയിലെ സ്നേഹത്തിന് ഇളം ചൂടുണ്ടായിരുന്നു. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി പതുക്കെ ശ്വസിച്ചു. അവളുടെ മുടിയിലെ ഷാമ്പുവിൻ്റെ മണവും ആ രാത്രിയുടെ തണുപ്പും അവരിൽ ഒരു പുതിയ ലഹരി പടർത്തി. സന്ദീപ് പതുക്കെ പ്രണയത്തിൻ്റെ പുതിയ ലോകം അവൾക്ക് മുന്നിൽ തുറന്നു. മുൻപൊക്കെ ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ സന്ദീപ് പരിഭ്രാന്തനാകുമായിരുന്നു. തൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള ആകുലത അവനെ പിന്തിരിപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ശാന്തനാണ്. മൃദുലയുടെ ഓരോ സ്പർശനത്തെയും അവൻ ആസ്വദിച്ചു. പരാജയപ്പെടുമെന്ന ഭയമില്ലാതെ സ്നേഹിക്കപ്പെടുക എന്ന സന്തോഷത്തിൽ അവർ ആ രാത്രിയെ ആവാഹിച്ചു. ജനാലയിലൂടെ അപ്പോഴും മഴത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ മുറിക്കുള്ളിൽ പ്രണയം പൂത്തുലഞ്ഞു. സന്ദീപിൻ്റെ മാറ്റങ്ങൾ ഒരു അത്ഭുതം പോലെ മൃദുല അനുഭവിച്ചറിഞ്ഞു. ഒരു വലിയ യുദ്ധം ജയിച്ച പോരാളിയെപ്പോലെ അവൻ അവളുടെ നെഞ്ചിൽ സമാധാനത്തോടെ ഉറങ്ങി. സന്ദീപ് ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഈ അവസരം കാത്തിരുന്ന സൂരജ് പതിയെ ആ വീട്ടിലേക്കെത്തി. കോളിംഗ് ബെൽ അടിച്ചതും ആരാണെന്ന് നോക്കാനായി മൃദുല വാതിൽ തുറന്നതും സൂരജ് അകത്തേക്ക് ഇടിച്ചു കയറി. അവൻ്റെ നോട്ടവും വരവും കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നി. അവൾ അവനോട് പോകാൻ പറഞ്ഞെങ്കിലും അവനത് കേട്ടില്ല. അവൻ വാതിലടയ്ക്കാൻ പോവുകയാണെന്ന് കണ്ടതും അവൾ വേഗം മുറിയിലേക്ക് പാഞ്ഞു. എന്നാൽ അപ്പോഴേക്കും സൂരജിൻ്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. അവൾ അകത്തു കയറി വാതിൽ അടയ്ക്കുന്നതിനു മുൻപേ അവൻ പാഞ്ഞു ചെന്ന് അവളുടെ കൈകളിൽ കടന്നു പിടിച്ചു. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് സൂരജ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം. ഭയന്നുപോയ മൃദുല കുതറിമാറി സന്ദീപിനെ വിളിക്കാനായി തൻ്റെ ഫോൺ എടുക്കാൻ ഓടി. പക്ഷേ ക്രൂരമായ ഒരു ചിരിയോടെ സൂരജ് അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി അത് സ്വിച്ച് ഓഫ് ചെയ്തു ദൂരേക്ക് എറിഞ്ഞു. നീ ആരെയാ വിളിക്കുന്നത് മൃദുല? ആ ഒന്നിനും കൊള്ളാത്തവനെയോ? അവന് നിനക്ക് എന്ത് തരാൻ പറ്റും? സൂരജ് അവളെ ബലമായി പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ വെറും ഒരു തോൽവിയാണ്. നിന്നെപ്പോലൊരു പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ അവന് ആവില്ല. അതേസമയം യാത്രയ്ക്കിടയിൽ സന്ദീപിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തുടങ്ങിയിരുന്നു. എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉൾവിളി പോലെ. ഒരു സമാധാനത്തിനു വേണ്ടി അവൻ മൃദുലയെ ഫോണിൽ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവളുടെ ഫോൺ അങ്ങനെ ഓഫ് ആകാറില്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും വിളിച്ചു നോക്കി. പക്ഷേ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. ആ പരിഭ്രാന്തിയിൽ അവൻ തൻ്റെ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് കാർ തിരിച്ചുവിട്ടു. സന്ദീപ് വീടിൻ്റെ മുറ്റത്തെത്തിയതും കാറിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്കോടി. ഉമ്മറത്ത് എത്തിയപ്പോൾ അകത്തുനിന്നും എന്തൊക്കെയോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടു. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവൻ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കാണ്. അവൻ വേഗം അടുക്കള ഭാഗത്തേക്കോടി. അടുക്കളയിൽ ജോലിയിലായിരുന്നതുകൊണ്ട് തന്നെ അവൾ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തിട്ടില്ല. അവൻ വാതിൽ തുറന്ന് അകത്തേക്കോടി. അകത്തെത്തിയതും കാണുന്നത് താഴത്തെ മുറിയിൽ സൂരജ് മൃദുലയെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. അവൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുകയാണ്. അവളുടെ വാ അവൻ ഒരു കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ അവൻ സന്ദീപിനെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. അവൻ വെറും ഒരു മണ്ണുണ്ണിയാണ് മൃദുല. നിന്റെ ജീവിതം അവൻ നശിപ്പിച്ചു. അവന് നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. നീ എൻ്റെ കൂടെ വാ. സൂരജിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് സന്ദീപ് ഒരു നിമിഷം അവിടെ സ്തംഭിച്ചു നിന്നുപോയി.
തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ തനിനിറം അവൻ നേരിട്ട് കാണുകയായിരുന്നു. സന്ദീപിൻ്റെ കണ്ണുകളിൽ തീ ജ്വലിച്ചു. ഇത്രയും കാലം താൻ വിശ്വസിച്ച സൗഹൃദം ഒരു വലിയ ചതിയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ തൻ്റെ മുഷ്ടികൾ ചുരുട്ടി സൂരജിന് നേരെ പാഞ്ഞെടുത്തു. സൂരജ് വീണ്ടും എന്തോ പറയാൻ പോകുമ്പോഴേക്കും സന്ദീപിൻ്റെ കാൽ അവൻ്റെ നെഞ്ചിൽ വന്ന് പതിച്ചിരുന്നു. സൂരജ് ആ ചവിട്ടിൽ പിറകിലേക്ക് തെറിച്ചു വീണു. സന്ദീപ് അവിടെ വരുമെന്ന് സൂരജ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖമൊന്ന് വിളറി. സന്ദീപേട്ടാ, മൃദുല വിളിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. സാരല്ല, പോട്ടെ, ഞാനിങ്ങ് വന്നില്ലേ. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് അവളുടെ മുടിയിലൂടെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കരച്ചിൽ കൂടിയതേയുള്ളൂ. അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. ഉടലാകെ വെട്ടിവിറയ്ക്കുന്നു. സോറി മൃദു, നീ ഈ ചതിയനെ മനസ്സിലാക്കി. എനിക്ക് അതിനും പറ്റിയില്ല. ഇപ്പോൾ നീ ഇവിടെ നിൽക്ക്. ഇവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. പറഞ്ഞുകൊണ്ട് സന്ദീപ് അവളെ ഒരു ഭാഗത്തേക്ക് നീക്കി നിർത്തി. അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് ഒരു സുഹൃത്തിൻ്റെ സ്നേഹമായിരുന്നില്ല, മറിച്ച് തൻ്റെ നിസ്സഹായാവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനോടുള്ള ദേഷ്യമായിരുന്നു. ഒരു ആക്രോശത്തോടെ അവൻ പാഞ്ഞു വന്ന് സൂരജിൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും ആഞ്ഞു ചവിട്ടി. സൂരജ് പിന്നിലെ ടീപ്പോയിലേക്ക് തെറിച്ചു വീണു. ചില്ലുകൾ തകർന്നു ചിതറുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ ഭീതി പടർത്തി. സൂരജ് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ സന്ദീപ് അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. എടാ നായേ, ചങ്ങാതിയെന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ നീ എൻ്റെ ഭാര്യയെ അപമാനിക്കുമല്ലേടാ. സന്ദീപിൻ്റെ കൈകൾ അവനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ഓരോ അടി വീഴുമ്പോഴും സന്ദീപിൻ്റെ ഉള്ളിലെ അപമാനം കനലായി ജ്വലിക്കുകയായിരുന്നു. താൻ സ്വന്തം സഹോദരനെപ്പോലെ കണ്ടവൻ തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ പോരായ്മകളെ പരിഹസിക്കുന്നു, തൻ്റെ ഭാര്യയെ അപമാനിക്കുന്നു. സന്ദീപിൻ്റെ അടികൊണ്ട് സൂരജിൻ്റെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും രക്തം വാർന്നൊഴുകി. സന്ദീപേട്ട, വേണ്ട, മതി, വിട്ടേക്ക്, അവൻ ചത്തുപോകും. മൃദുല കരഞ്ഞുകൊണ്ട് സന്ദീപിനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ സന്ദീപ് കേട്ടില്ല. അവൻ സൂരജിനെ തറയിലിട്ട് ചവിട്ടി. ഗൾഫിൽ പോകാനല്ലടാ നിനക്ക് തിടുക്കം. നിന്നെ ഞാൻ അങ്ങോട്ടല്ല, നരകത്തിലേക്കാ വിടേണ്ടത്, സന്ദീപ് പറഞ്ഞു. അടികൊണ്ട് അവശനായ സൂരജ് നിലവിളിക്കാൻ പോലും ആവാതെ തറയിൽ കിടന്നു പിടഞ്ഞു. സന്ദീപിൻ്റെ ആ മാറ്റം മൃദുലയെ അത്ഭുതപ്പെടുത്തി. ശാന്തനായിരുന്ന സന്ദീപ് ഇന്നൊരു സിംഹത്തെപ്പോലെ ഗർജിക്കുന്നു. ഒടുവിൽ അവശനായ സൂരജിനെ അവൻ കോളറിൽ വലിച്ചിഴച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി. ഇനി ഈ വഴി കണ്ടുപോകരുത്. കണ്ടാൽ പിന്നെ ജീവനോടെ നീ ഇവിടെ നിന്നും മടങ്ങില്ല. സന്ദീപ് അവനെ ഗേറ്റിന് പുറത്തേക്ക് തള്ളിയിട്ടു. തിരികെ അകത്തേക്ക് വന്ന സന്ദീപ് തളർന്നു നിലത്തിരുന്നു. അവൻ മുഖം പൊത്തി കരഞ്ഞു. മൃദുല അവൻ്റെ അരികിൽ വന്നിരുന്ന് അവനെ ആശ്വസിപ്പിച്ചു. താൻ ഒരു തോൽവിയാണെന്ന് സൂരജ് പറഞ്ഞ വാക്കുകൾ സന്ദീപിൻ്റെ ഉള്ളിൽ ഒരു മുള്ളുപോലെ തറച്ചിരുന്നു. സന്ദീപിൻ്റെ ഉള്ളിലെ സങ്കടവും കുറ്റബോധവും ആ വാക്കുകൾ കേട്ടപ്പോൾ അണപൊട്ടിയൊഴുകി. തൻ്റെ ബലഹീനതയെ മറ്റൊരാൾ ആയുധമാക്കുമ്പോൾ തന്നെ സംരക്ഷിക്കാൻ തൻ്റെ പാവം ഭാര്യ ഇത്രയേറെ വേദന സഹിച്ചു എന്ന തിരിച്ചറിവ് അവനെ ഉലച്ചു കളഞ്ഞു. ഹാളിലെ നിശബ്ദതയിൽ മൃദുലയുടെ തേങ്ങൽ മാത്രം കേട്ടു. സന്ദീപ് അവളുടെ അരികിൽ തറയിൽ തന്നെ ഇരുന്നു. അവൻ്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മൃദു, അവൻ പതിയെ വിളിച്ചു. അവൻ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത്? നമ്മൾ ഡോക്ടറെ കാണാൻ പോയ കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? സന്ദീപ് ചോദിച്ചത് മൃദുല കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി. അന്ന് നമ്മൾ ക്ലിനിക്കിൽ പോയ ദിവസം അവൻ അവിടെ വെച്ച് നമ്മളെ കണ്ടിരുന്നു സന്ദീപേട്ട. അന്ന് സന്ദീപേട്ടൻ ഇല്ലാത്തൊരു ദിവസം ഇവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്നാ എന്നോടിത് പറഞ്ഞത്. അന്ന് ഞാൻ സന്ദീപേട്ടനോട് പറഞ്ഞില്ലേ ഇനി ഈ വീട്ടിലേക്ക് വിളിക്കരുതെന്നും ആ കൂട്ടുകെട്ട് വേണ്ടെന്നും? പിന്നെ ഒരു ദിവസം മായയെ കാണാൻ പോയില്ലേ ഞാൻ? അവളെ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് വന്ന് ഇത് തന്നെയാ പറഞ്ഞത്. അവൾ പറയുന്നത് കേട്ട് സന്ദീപ് ഞെട്ടലോടെ അവളെ നോക്കി. എന്നിട്ട് നീ എന്താ ഇത്രയും ദിവസമായിട്ടും എന്നോട് പറയാതിരുന്നത്? ആ നായെ ഞാൻ അന്നേ തല്ലി പുറത്താക്കുമായിരുന്നില്ലേ? അവനുള്ളത് ഞാൻ കൊടുക്കുമായിരുന്നില്ലേ? അവൻ ചോദിച്ചതു മൃദുല അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് പേടിയായിരുന്നു. തൻ്റെ പോരായ്മ മറ്റൊരാൾ അറിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ സന്ദീപേട്ടൻ തളർന്നു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. സന്ദീപേട്ടൻ്റെ ആത്മവിശ്വാസം തകരുന്നത് എനിക്ക് കാണാൻ വയ്യ. പിന്നെ ഇത് പറഞ്ഞ് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ, എനിക്ക് സന്ദീപേട്ടനെ നഷ്ടപ്പെട്ടാലോ എന്ന് ഞാൻ വല്ലാതെ പേടിച്ചു. അവളുടെ വാക്കുകൾ സന്ദീപിൻ്റെ നെഞ്ചിൽ കനലായി വീണു. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന, തൻ്റെ കുറവുകളെപ്പോലും ലോകത്തിനു മുൻപിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവൾ,
അവൾ അനുഭവിച്ച മാനസിക വിഷമവും പേടിയും എത്ര വലുതായിരുന്നിരിക്കും. സന്ദീപിന് അവളോട് വല്ലാത്ത അലിവും സ്നേഹവും തോന്നി. അവൻ തൻ്റെ കരുത്തുള്ള കൈകൾ കൊണ്ട് അവളെ വലിച്ചടുപ്പിച്ചു. മൃദു, ഐ എം സോറി. അവൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് വിതുമ്പി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ നിന്നെ ഇത്രയും വലിയൊരു വേദനയിൽ തനിച്ചാക്കിയല്ലോ. അവൻ ഇത്രയും വലിയൊരു വൃത്തികെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മൃദുല അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. ആ വലിയ ലോകത്ത് തനിക്ക് സന്ദീപേട്ടനുണ്ടെന്ന തോന്നൽ അവളിൽ ആശ്വാസം നിറച്ചു. സന്ദീപ് അവളെ കൂടുതൽ ഇറുക്കെ പുണർന്നു. ആ പുണരലിൽ ഒരു പുതിയ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ഇനി ആരും തങ്ങൾക്കിടയിൽ വരില്ലെന്നും തൻ്റെ മൃദുലയെ ലോകത്തിലെ ഏത് വിപത്തിൽ നിന്നും സംരക്ഷിക്കുമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഹാളിൽ ചിതറിക്കിടന്ന ഗ്ലാസ് കഷ്ണങ്ങൾക്കിടയിൽ ഇരുന്ന് അവർ പരസ്പരം താങ്ങായി മാറി. സന്ദീപ് തിരിച്ചറിഞ്ഞു, ശരീരം കൊണ്ടുള്ള കരുത്തിനേക്കാൾ വലുതാണ് മനസ്സുകൾ തമ്മിലുള്ള ഈ അടുപ്പം. പക്ഷേ പരിക്കേറ്റ സിംഹത്തെപ്പോലെ മുറ്റത്ത് വീണുകിടന്ന സൂരജിൻ്റെ ഉള്ളിൽ മറ്റൊരു കനൽ എരിയുന്നുണ്ടായിരുന്നു, പകയുടെ കനൽ. നഗരത്തിലെ തിരക്കേറിയ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചാണ് മൃദുല ആ മുഖം കണ്ടത്. വർഷങ്ങൾക്ക് മുൻപ് കോളേജ് വരാന്തകളിൽ കൂടെയുണ്ടായിരുന്ന ഗായത്രി. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവകാശിയായിട്ടും ഗായത്രിയുടെ കണ്ണുകളിലെ ആ പഴയ കുസൃതിക്കും ലാളിത്യത്തിനും ഒരു മാറ്റവും വന്നിരുന്നില്ല. മൃദുല, ഗായത്രി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നിന്നെ കാണാൻ ഞാൻ എത്ര ശ്രമിച്ചു എന്നറിയാമോ? ഗായത്രി പറഞ്ഞതു കേട്ട് മൃദുലയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയുണ്ട് ഗായത്രി. വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ഒരു വീട്ടമ്മയായി സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കുന്നു. വീട്ടമ്മയോ? നിന്നെപ്പോലൊരു മിടുക്കി ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാകില്ല. എന്തായാലും നിന്നെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഗായത്രി അവളുടെ കൈവിടാതെ പിടിച്ചു. മൃദുല അവളെ നിർബന്ധിച്ച് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് ചെല്ലാൻ ഗായത്രിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. പിന്നെന്താ, നിന്റെ വീട് കാണാതെ ഞാൻ പോകില്ല. പക്ഷേ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പോകാം. ഗായത്രി പറഞ്ഞത് മൃദുല ചിരിയോടെ തന്നെ തലയാട്ടി. വരുന്ന വഴിക്ക് അവർ വലിയൊരു ചിക്കൻ സ്റ്റാളിലും ഫിഷ് മാർക്കറ്റിലും കയറി. ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മൃദുല ആഗ്രഹിച്ചു. തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെയോ പദവിയുടെയോ യാതൊരു ഭാവവുമില്ലാതെ അവൾ മൃദുലയോടൊപ്പം ആസ്വദിച്ച് സാധനങ്ങൾ തിരഞ്ഞെടുത്തു. വീട്ടിലെത്തിയപ്പോൾ മൃദുലയ്ക്ക് വല്ലാത്തൊരു ഉത്സാഹം തോന്നി. ഗായത്രിയും അടുക്കളയിൽ കയറി മൃദുലയെ സഹായിച്ചു. മൃദുലെ, നിന്റെ വീട് കാണാൻ നല്ല രസമുണ്ട്. നല്ല ശാന്തമായ അന്തരീക്ഷം. ഗായത്രി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. മൃദുല അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ. സന്ദീപിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചോ സൂരജിനെക്കുറിച്ചോ അവൾ ഒന്നും പറഞ്ഞില്ല. അവർ രണ്ടുപേരും കൂടി സംസാരത്തിനിടയിൽ വിഭവങ്ങൾ ഓരോന്നായി തയ്യാറാക്കി. നല്ല നാടൻ ചിക്കൻ കറിയും മീൻ വറുത്തതും മറ്റുമായി ഊണൊരുങ്ങി. ഗായത്രി പഴയ കോളേജ് കഥകൾ ഓരോന്നായി പറഞ്ഞു ചിരിച്ചുകൊണ്ടിരുന്നു. ആ ചിരി മൃദുലയുടെ ഉള്ളിലെ സങ്കടങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും മായ്ച്ചു കളഞ്ഞു. വൈകുന്നേരം സന്ദീപ് എത്തുമ്പോൾ വീട്ടിൽ കേൾക്കുന്നത് രണ്ട് പെണ്ണുങ്ങളുടെ ചിരിയും ബഹളവുമാണ്. സന്ദീപ് അതാരാണെന്ന് അറിയാനുള്ള കൗതുകത്തോടെ അകത്തേക്ക് കയറി. സന്ദീപേട്ട, ഇത് ഗായത്രി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കോളേജിൽ ഒരുമിച്ച് പഠിച്ച. മൃദുല ആവേശത്തോടെ ഗായത്രിയെ പരിചയപ്പെടുത്തി. ഗായത്രി, ഇതാണട്ടോ എൻ്റെ എല്ലാമായ സന്ദീപേട്ടൻ. സന്ദീപിൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മൃദുല പറഞ്ഞു. സന്ദീപും മൃദുലയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നീ ഇവൾക്ക് എന്തേലും കഴിക്കാൻ കൊടുത്തോ? സന്ദീപ് ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്ക് മുൻപ് വന്നതാ. ഊണ് കഴിച്ചു. പിന്നെയും ഇവൾ എന്തൊക്കെയോ കഴിപ്പിച്ചു. ഗായത്രി ഒരു ചിരിയോടെ തന്നെ പറഞ്ഞു. സന്ദീപ് ഗായത്രിയെ നോക്കി ഒന്ന് ചിരിച്ചു. അവളുടെ പെരുമാറ്റത്തിലെ പക്വതയും എളിമയും സന്ദീപിന് വളരെ ഇഷ്ടപ്പെട്ടു. അന്നത്തെ ആ സംഭവത്തിനു ശേഷം മൃദുലയുടെ മുഖത്ത് കണ്ട തെളിച്ചം സന്ദീപിന് വലിയ സന്തോഷം നൽകി. സന്ദീപ് എന്നത്തെയും പോലെ മൃദുലയുടെ കയ്യിലേക്ക് കവർ വെച്ചു കൊടുത്തു. അവൾ അതും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നതും ഗായത്രിയും കൂടെ ചെന്നിരുന്നു. ഗായത്രി അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്ന് അവൾക്ക് തോന്നി. ഭക്ഷണത്തിനിടയിൽ ഗായത്രി സന്ദീപിനോട് പറഞ്ഞു. മൃദുലയെ ഇത്രയും നന്നായി നോക്കുന്നതിൽ എനിക്ക് സന്ദീപിനോട് ബഹുമാനം തോന്നുന്നു. അവൾ കോളേജിൽ വെച്ച് എപ്പോഴും പറയുമായിരുന്നു അവൾക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന്. അത് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായി. ഗായത്രിയുടെ വാക്കുകൾ സന്ദീപിന് വലിയൊരു ആശ്വാസമായി. താൻ ഒരു പരാജയമാണെന്ന ചിന്തയിൽ നിന്നും പുറത്തു കടക്കാൻ അത്തരമൊരു അംഗീകാരം അവന് അത്യാവശ്യമായിരുന്നു. അന്ന് സന്ദീപ് ഓഫീസിലേക്ക് പോയിട്ട് അധിക നേരമായിരുന്നില്ല.
വീടിനുള്ളിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഓരോ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴും മൃദുലയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങും. സൂരജിൻ്റെ ആ ക്രൂരമായ മുഖവും അവൻ്റെ വാക്കുകളും ഇടയ്ക്കിടെ അവളുടെ ഓർമ്മകളിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചുപോയി. അവൾ ആ വിറയലോടെ തന്നെ ഹാളിലേക്ക് നടന്നു. വാതിൽ തുറക്കുന്നതിനു മുൻപ് അവൾ ജനലിനോരം ചെന്ന് കർട്ടൻ പതിയെ നീക്കി നോക്കി. അന്ന് സൂരജ് വന്നതുപോലെ മറ്റാരെങ്കിലുമാണോ എന്ന പേടിയായിരുന്നു അവൾക്ക്. പക്ഷേ പുറത്തു നിൽക്കുന്ന ഗായത്രിയെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. ഗായത്രിയുടെ വെള്ള ചുരിദാർ ആകെ ചെളിയിൽ കുളിച്ചിരിക്കുന്നു. മുഖത്തും കൈകളിലും അഴുക്ക് പുരണ്ടിട്ടുണ്ട്. മൃദുല വേഗം വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ഗായത്രി, ഇതെന്തു പറ്റി? എന്തു പറ്റി നിനക്ക്? മൃദുല ചോദിക്കുന്നത് കേട്ട് ഗായത്രി ഒരു ദീർഘശ്വാസം വിട്ടു. ഒന്നും പറയണ്ട മൃദുലേ, കാറിന് പെട്ടെന്നൊരു കംപ്ലൈൻറ്റ്. വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ വൈകിട്ടേ കിട്ടൂന്ന്. കാർ അവിടെ കൊടുത്ത് ടാക്സി വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് ഒരുത്തൻ ശ്രദ്ധിക്കാതെ കാർ ഓടിച്ചു വന്നത്. റോഡരികിലെ ആ ചെളിവെള്ളം മുഴുവൻ ദേഹത്തേക്ക് തെറിപ്പിച്ചു. നിന്റെ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന് ഓർത്തപ്പോൾ വേറെ എങ്ങോട്ടും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടേക്ക് വന്നത് നന്നായി. നമുക്കെന്തേലും പറഞ്ഞിരിക്കാം. എനിക്കൊരു കൂട്ടായി. നീ വാ, മൃദുല അവളോട് പറഞ്ഞു. അല്ല, ഇതെന്താ? നീ അതിനിടയിൽ ഡ്രസ്സും വാങ്ങിയോ? ഇവിടെ എൻ്റേതുണ്ടല്ലോ. ഗായത്രിയുടെ കയ്യിലെ കവർ കണ്ട് മൃദുല ചോദിച്ചു. ഏയ്, ഇത് വാങ്ങി വരുന്ന വഴിക്കാ പറ്റിയത്. എനിക്കൊന്ന് ഫ്രഷ് ആയാൽ മതി. മൃദുല അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗായത്രി ബാത്റൂമിലേക്ക് പോയപ്പോൾ മൃദുല അടുക്കളയിലേക്ക് നടന്നു. ഗായത്രിയെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലെ ആ ഭയം പതുക്കെ മാറുന്നത് പോലെ മൃദുലയ്ക്ക് തോന്നി. എങ്കിലും സന്ദീപ് ഇല്ലാത്ത നേരത്ത് ആരെങ്കിലും വന്നാൽ താൻ ഇങ്ങനെ പേടിച്ചു പോകുന്നത് അത്ര നല്ലതല്ലെന്ന് അവൾ ചിന്തിച്ചു. ഫ്രഷായി പുതിയ വസ്ത്രം ധരിച്ച് ഗായത്രി പുറത്തേക്ക് വരുമ്പോഴേക്കും മൃദുല ചായയിട്ട് ഹാളിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചായയും കുടിച്ചു കഴിഞ്ഞ് ഹാളിൽ അങ്ങനെ കഥയും പറഞ്ഞിരിക്കുമ്പോഴാണ് അടുക്കളയിൽ അടുപ്പത്ത് വെച്ച മീൻകറിയുടെ കാര്യം അവൾ ഓർത്തത്. അയ്യോ ഗായത്രി, ഞാൻ മറന്നുപോയി. മീൻകറി അടുപ്പത്താ. അതിപ്പോൾ അടിയിൽ പിടിച്ചു കാണും. ഞാനിപ്പോൾ വരാവേ. പരിഭ്രമത്തോടെ അതും പറഞ്ഞ് മൃദുല വേഗത്തിൽ അടുക്കളയിലേക്കോടി. ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ഊണ് കഴിച്ചിട്ടേ നീ പോകാവൂ എന്ന് സ്നേഹപൂർവ്വം മൃദുല വിളിച്ചു പറയുന്നതിനിടയിലാണ് ഗായത്രിയുടെ ഫോൺ ബെല്ലടിച്ചത്. അവളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വന്ന ഒരു സുപ്രധാന കോളായിരുന്നു അത്. സംസാരത്തിനിടയിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനായി അവൾ ഫോണും ചെവിയിൽ വെച്ച് പതുക്കെ നടന്നു. സംസാരിച്ചുകൊണ്ട് അലസമായി നടന്ന അവൾ അടുത്തുള്ള റൂമിലേക്കാണ് ചെന്നത്. വന്ന തിരക്കിലും ഫോണിലെ ഗൗരവകരമായ സംസാരത്തിലും ഉമ്മറത്തെ വാതിലടയ്ക്കാൻ അവൾ പാടെ മറന്നുപോയിരുന്നു. ആ സമയമാണ് സന്ദീപ് വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സൂരജ് വീണ്ടും അവിടേക്കെത്തിയത്. ഗേറ്റിന് പുറത്ത് അപരിചിതമായ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൃദുല തനിച്ചാണെന്ന് അവൻ ഉറപ്പിച്ചു. ഗായത്രി ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ അവൾ വന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നില്ല. വണ്ടി ശബ്ദമുണ്ടാക്കാതെ തള്ളിക്കൊണ്ടാണ് അവൻ മുറ്റത്തേക്ക് വന്നത്. മുറ്റത്തേക്ക് വന്ന സൂരജ് കണ്ടത് പാതി തുറന്നു കിടക്കുന്ന ഉമ്മറത്തെ വാതിലാണ്. വിധിയും ചതിയും തനിക്ക് അനുകൂലമാണെന്ന ക്രൂരമായ ചിരിയോടെ അവൻ അകത്തേക്ക് പതുങ്ങിക്കയറി. പുറത്തുനിന്നാരും പെട്ടെന്ന് കയറി വരാതിരിക്കാൻ അവൻ ആ വാതിൽ സാവധാനം ലോക്ക് ചെയ്തു. വീടിനുള്ളിൽ ഒരു വല്ലാത്ത നിശബ്ദത. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം അവൻ കേട്ടു. മൃദുല അവിടെയുണ്ടെന്ന് അവന് ഉറപ്പായി. ഒരു വേട്ടക്കാരൻ ഇരയെ ലക്ഷ്യം വെക്കുന്നത് പോലെ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് അവൻ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. അകത്തെ മുറിയിൽ ഗായത്രി ഫോണിൽ സംസാരിക്കുന്നുണ്ടെന്നോ തൻ്റെ അവസാനത്തിലേക്കാണ് താൻ നടന്നു നീങ്ങുന്നതെന്നോ ആ നിമിഷം സൂരജ് അറിഞ്ഞിരുന്നില്ല. അടുക്കളയിൽ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മൃദുലയുടെ അരക്കെട്ടിലൂടെയാണ് ആ രണ്ട് പരുക്കൻ കൈകൾ പെട്ടെന്ന് വരിഞ്ഞു മുറുക്കിയത്. സന്ദീപ് തിരിച്ചെത്തിയതാണെന്ന് കരുതി ഒരു നിമിഷം അവൾ സന്തോഷിച്ചെങ്കിലും ആ സ്പർശനത്തിലെ അപരിചിതമായ കാമവും ബലവും അവളെ നടുക്കിക്കളഞ്ഞു. പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയ മൃദുല കണ്ടത് സൂരജിൻ്റെ വികൃതമായ ചിരിയാണ്. സൂരജ്! അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി പുറപ്പെട്ടു. താൻ വീണ്ടും അവനാൽ വേട്ടയാടപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ അവൾ സർവശക്തിയുമെടുത്ത് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. ആ പരാക്രമത്തിനിടയിൽ സ്ലാബിലിരുന്ന സ്റ്റീൽ പാത്രങ്ങൾ ഓരോന്നായി വലിയ ശബ്ദത്തോടെ തറയിലേക്ക് വീണു ചിതറി. താഴെ വീഴുന്ന പാത്രങ്ങളുടെയും മൃദുലയുടെ ദയനീയമായ കരച്ചിലിൻ്റെയും ശബ്ദം ആ വീടിൻ്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. തൊട്ടടുത്ത മുറിയിൽ ഫോണിലായിരുന്ന ഗായത്രി അടുക്കളയിൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദവും മൃദുലയുടെ കരച്ചിലും കേട്ട് ഞെട്ടിപ്പോയി.
എന്തു പറ്റിയെന്ന് അറിയാൻ അവൾ ഫോൺ വെച്ച് അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. എന്നാൽ അടുക്കളയുടെ വാതിൽക്കലെത്തിയ ഗായത്രി അവിടെ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി. അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ പിടഞ്ഞു. മൃദുലയെ കടന്നു പിടിച്ചിരിക്കുന്ന ആ മുഖം അവൾക്ക് അത്രമേൽ പരിചിതമായിരുന്നു. സൂരജ്. ആ പേര് അവളുടെ ചുണ്ടിൽ നിന്നും അടർന്നു വീണു. ഗായത്രിയുടെ രൂപം ആ അടുക്കളവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടതും ഷോക്കടിച്ചതുപോലെ സൂരജ് മൃദുലയിലുള്ള പിടിവിട്ടു. അവൻ്റെ മുഖത്തെ രക്തം വറ്റി അവനാകെ വെളുത്തു വിളറിപ്പോയി. ഗായത്രി അവനെ നോക്കുന്നത് വെറുപ്പോടെയോ ദേഷ്യത്തോടെയോ മാത്രമല്ല, വല്ലാത്തൊരു അവജ്ഞയോടും കൂടിയാണ്. 2 വർഷമായി തന്നെ പൊന്നേ കരളെ എന്ന് വിളിച്ച് കൊഞ്ചിച്ചു നടക്കുന്ന, താൻ ഏറ്റവും വിശ്വസിച്ച തൻ്റെ കാമുകൻ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയുമായിരുന്നില്ല. സൂരജിൻ്റെ ഉള്ളിലാകട്ടെ തൻ്റെ ലോകം തന്നെ തകർന്നു വീഴുന്ന ഭീതിയായിരുന്നു. ഈ 2 വർഷക്കാലവും താൻ നടത്തിയ സകല ആഡംബരങ്ങളും അടിച്ചുപൊളികളും ഗായത്രിയുടെ പണം കൊണ്ടായിരുന്നു. അവൾക്ക് മുന്നിൽ ഒരു മാന്യൻ്റെ മുഖംമൂടി അണിഞ്ഞു നിന്നിട്ടാണ് മറുവശത്ത് മൃദുലയെപ്പോലൊരു പാവത്തെ വേട്ടയാടാൻ അവൻ തുനിഞ്ഞത്. ഗായത്രിയുടെ പിതാവിൻ്റെ സ്വാധീനവും അവളുടെ സാമ്പത്തിക ശക്തിയും നഷ്ടപ്പെട്ടാൽ താൻ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് അവനെ തളർത്തിക്കളഞ്ഞു. സൂരജ് വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. ഗായത്രി, അത് നീ വിചാരിക്കുന്നത് പോലെയല്ല. ഗായത്രി അവനെ കൈയുയർത്തി തടഞ്ഞു. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. എന്തു പറയാനാണ് നീ ഒരുങ്ങുന്നത് സൂരജ്? ന്യായീകരിക്കാൻ പറ്റുന്ന വല്ലതും നിന്റെ കയ്യിലുണ്ടോ? ഞാൻ ഈ കണ്ടതൊന്നും സത്യമല്ലെന്നാണോ നീ പറയാൻ പോകുന്നത്? എൻ്റെ മുന്നിൽ പ്രണയം അഭിനയിക്കുമ്പോൾ നീ ഇങ്ങനെയൊരുത്തനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അവൾ വെറുപ്പോടെ പറഞ്ഞു. സൂരജിന് തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. തൻ്റെ ആർത്തിയും കാമവും കാരണം താൻ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ വലിയൊരു സാമ്രാജ്യമാണ് നിമിഷ നേരം കൊണ്ട് തകരുന്നത്. ഗായത്രിയുടെ ആ നോട്ടം അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ പണപ്പെട്ടിയും ജീവിതത്തിൻ്റെ സുരക്ഷയും ഒരുപോലെ കൈവിട്ടു പോകുന്നത് അവൻ നിസ്സഹായനായി നോക്കി നിന്നു. മൃദുലയെ അവനൊന്ന് നോക്കി. ആ നോട്ടത്തിൽ പോലും ഇപ്പോൾ ഭയമായിരുന്നു. ഗായത്രി എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നതെന്ന ഭയം. ഗായത്രി ഒട്ടും വൈകിച്ചില്ല. തൻ്റെ ഫോണെടുത്ത് അവൾ സിറ്റി പോലീസ് കമ്മീഷണറായ തൻ്റെ അങ്കിളിനെ വിളിച്ചു. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അവകാശിയായ ഗായത്രിയുടെ ഒരു ഫോൺ കോൾ മതിയായിരുന്നു സൂരജിൻ്റെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാക്കാൻ. കാര്യം പന്തിയല്ലെന്ന് കണ്ട സൂരജ് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ വാതിലിന് നേരെ കുതിച്ചെങ്കിലും ഗായത്രി അവന് ആ അവസരം നൽകിയില്ല. വർഷങ്ങളോളം അഭ്യസിച്ച കരാട്ടെ മുറകൾ അവൾ അവൻ്റെ മേൽ പ്രയോഗിച്ചു. ഒരൊറ്റ ചടുലമായ നീക്കത്തിലൂടെ അവൾ സൂരജിൻ്റെ കൈകൾ പിറകിലേക്ക് ഓടിച്ച് അവനെ തറയിൽ മുട്ടുകുത്തിച്ചു. മൃദുല ഇതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു. തൻ്റെ ശാന്തസ്വഭാവിയായ സുഹൃത്ത് ഇത്രയും കരുത്തുള്ളവളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മൃദുലെ, നോക്കി നിൽക്കാതെ വേഗം ഒരു ബെഡ്ഷീറ്റോ അലൽ ഉറപ്പുള്ള കയറോ എടുത്തോണ്ട് വാ, ഗായത്രി പറഞ്ഞു. ഗായത്രി പറഞ്ഞതുപോലെ മൃദുല വേഗം ബെഡ്റൂമിൽ പോയി ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ടുവന്നു. ഗായത്രിയുടെ നിർദ്ദേശപ്രകാരം മൃദുല ആ തുണി കൊണ്ട് സൂരജിൻ്റെ കൈകൾ ശക്തിയിൽ കെട്ടി. ഇതെല്ലാം ചെയ്യുമ്പോഴും ഗായത്രിയുടെ ഉള്ളം ഒരു കടൽ പോലെ ഇരമ്പുകയായിരുന്നു. 2 വർഷം താൻ ജീവന് തുല്യം സ്നേഹിച്ച പുരുഷനാണ് തൻ്റെ മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ കെട്ടപ്പെട്ടു കിടക്കുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ താൻ അവന് നൽകിയ സ്നേഹവും കരുതലുമെല്ലാം ഒരു നിമിഷം അവളുടെ ഓർമ്മകളിൽ മിന്നിമറഞ്ഞു. അവളുടെ ഉള്ളം വിങ്ങിപ്പൊട്ടി. പക്ഷേ അവൾ തളർന്നില്ല. മറ്റെന്തും സഹിക്കാം, പക്ഷേ ചതി മാത്രം തനിക്ക് പൊറുക്കാൻ കഴിയില്ലെന്ന് ഗായത്രി ഉറപ്പിച്ചു. തൻ്റെ കാമുകനാണെന്ന സഹതാപത്തിൽ ഇവനെ ഇന്ന് വെറുതെ വിട്ടാൽ നാളെ ഇതേ ക്രൂരത മറ്റൊരു പാവം പെൺകുട്ടിയോട് ഇവൻ ആവർത്തിക്കും. സ്ത്രീകൾക്ക് എന്നും ഭീഷണിയാകുന്ന ഇത്തരം ചതിക്കുഴികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കുക തന്നെ വേണം. സമൂഹത്തോടുള്ള തൻ്റെ കടമയാണതെന്ന് കരുതി അവൾ സ്വന്തം മനസ്സിനെ കഠിനമാക്കി. അതിനിടയിൽ വിറയ്ക്കുന്ന കൈകളോടെ മൃദുല സന്ദീപിനെ വിളിച്ചു. ഫോണെടുത്ത സന്ദീപിനോട് വീട്ടിൽ നടന്ന കാര്യങ്ങളും സൂരജിൻ്റെ ചതിയും കരച്ചിലോടെ അവൾ പറഞ്ഞു. മൃദുലയുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം മിന്നലേറ്റതുപോലെ സന്ദീപ് തറഞ്ഞു നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ താൻ വീട്ടിലെത്തുമെന്ന് അവൻ അവൾക്ക് ഉറപ്പു നൽകി. ഗായത്രി പതുക്കെ മൃദുലയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ സംശയവും വേദനയും കലർന്ന ഒരു ഭാവമായിരുന്നു. മൃദുലേ, സത്യം പറ, ഇവനെ നിനക്ക് എങ്ങനെ അറിയാം? ഇവൻ എന്തിനാ നിന്നോടിത് ചെയ്തത്? ഗായത്രിയുടെ ചോദ്യം കേട്ട് മൃദുലയുടെ ഉള്ളിലെ സങ്കടം അണപൊട്ടി. മൃദുല എല്ലാം തുറന്നു പറഞ്ഞു.
സന്ദീപിന്റെ സുഹൃത്തായി സൂരജ് വീട്ടിൽ വന്നതും തങ്ങൾക്കിടയിലെ സ്വകാര്യമായ പ്രശ്നങ്ങൾ അവൻ മുതലെടുക്കാൻ ശ്രമിച്ചതും തങ്ങളെ ഡോക്ടറുടെ ക്ലിനിക്കിൽ വെച്ച് കണ്ട കാര്യം പറഞ്ഞ് തന്നെ മാനസികമായി തളർത്തിയതുമെല്ലാം അവൾ ഗായത്രിയോട് പറഞ്ഞു. മൃദുലയുടെ വാക്കുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ഒരു മൂലയിൽ ബന്ധിക്കപ്പെട്ടു കിടന്നിരുന്ന സൂരജിന്റെ തല താഴ്ന്നുപോയി. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗായത്രിക്ക് സൂരജിനോടുള്ള ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായി. പ്രണയിച്ച പുരുഷൻ എന്ന നിലയിൽ അവനോട് ബാക്കിയുണ്ടായിരുന്ന ആ അവസാന തരി സഹതാപം പോലും ആ നിമിഷം കത്തിച്ചാമ്പലായി. അവൾ അവന് നേരെ നടന്നു ചെന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും സൂരജ്. അതൊക്കെ അവരുടെ സ്വകാര്യതയാണ്. അതെല്ലാം ഒളിഞ്ഞു നോക്കി നടക്കാനും അതിൻ്റെ ഇടയിലൂടെ അവൾക്ക് സുഖം കൊടുക്കാൻ വരാനും നീ ആരാടാ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഗായത്രിയുടെ ശബ്ദം ആ മുറിയിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. ശാരീരിക സുഖം മാത്രമല്ല ഒരു പെണ്ണിന് വേണ്ടത്. അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിൻ്റെ സത്യസന്ധമായ സ്നേഹമാണ്. ആ ഭർത്താവ് സ്നേഹത്തോടെ അവൾക്ക് നൽകുന്ന ആ നിമിഷങ്ങളിൽ മാത്രമേ ഒരു പെണ്ണിന് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും ലഭിക്കൂ. അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് പോലും നിനക്കില്ലാതെ പോയല്ലോ. സൂരജിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗായത്രിയുടെ ഉള്ളിൽ വല്ലാത്തൊരു അറപ്പ് തോന്നി. അവൾ തുടർന്നു. നിന്നെപ്പോലെ ഒരു നീചനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് എന്നോർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു, അറപ്പ് തോന്നുന്നു. പറഞ്ഞു തീർന്നതും ആത്മരോഷത്തോടെ അവൾ അവനെ ആഞ്ഞു തള്ളി. തറയിലിരുന്ന സൂരജ് ഭിത്തിയിലേക്ക് ചാഞ്ഞു വീണു. ആ വീഴ്ചയിലും അവൻ്റെ ഉള്ളിലെ ക്രൂരതയേക്കാൾ വലിയൊരു ഭയം അവനെ വിഴുങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ കാമുകിയിൽ നിന്നും ഇത്രയും കടുത്ത വാക്കുകളും പ്രവൃത്തിയും അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ സ്നേഹിച്ചിരുന്ന ഗായത്രിയല്ല, മറിച്ച് തൻ്റെ ചതി തിരിച്ചറിഞ്ഞ ഒരു കരുത്തയായ സ്ത്രീയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൻ പേടിയോടെ തിരിച്ചറിഞ്ഞു. സന്ദീപ് പരിഭ്രമത്തോടെ അവിടേക്കെത്തുമ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിയിരുന്നു. അവർ സൂരജിനെ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് ഇറക്കുകയായിരുന്നു. സൂരജിനെ ആ നിലയിൽ കണ്ടതും സന്ദീപിൻ്റെ ഉള്ളിലെ നിയന്ത്രണം വിട്ടു. അന്ന് അത്രയൊക്കെ അടി കിട്ടിയിട്ടും അവൻ വീണ്ടും തൻ്റെ കുടുംബത്തെ തകർക്കാൻ വന്നല്ലോ എന്നോർത്തപ്പോൾ സന്ദീപിൻ്റെ രക്തം തിളച്ചു. അവൻ അലറിക്കൊണ്ട് സൂരജിന് നേരെ പാഞ്ഞടുത്തെങ്കിലും കൂടെയുണ്ടായിരുന്ന പോലീസുകാർ അവനെ തടഞ്ഞു. വിട് സാറേ എന്നെ, ഇവനെ ഞാനിന്ന്, സന്ദീപ് കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കി പല്ല് ഞെരിച്ചു. നിനക്ക് ഒരു പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേടാ, എന്നിട്ടും നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വീണ്ടും ഇവിടെ വന്ന് എൻ്റെ പെണ്ണിനെ തൊടാൻ? നീയൊക്കെ ഒരു ഫ്രണ്ട് തന്നെയാണോടാ? സന്ദീപിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ സൂരജ് തല കുനിച്ചു നിന്നു. അവൻ്റെ മുഖത്ത് കുറ്റബോധത്തേക്കാൾ വലിയ ഭയമായിരുന്നു. സന്ദീപിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഇടപെട്ടു. സന്ദീപ്, ശാന്തനാകൂ. നിയമം ഞങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കുള്ള പരാതി കൃത്യമായി എഴുതി സ്റ്റേഷനിൽ കൊണ്ടുതരണം. ഇവനെ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഇതിനു പിന്നാലെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. അതും പറഞ്ഞ് പോലീസുകാർ സൂരജിനെ ജീപ്പിലേക്ക് കയറ്റി. ആ പോലീസ് ജീപ്പ് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി സന്ദീപും മൃദുലയും ഗായത്രിയും തളർന്നു നിന്നു. ഒരു പ്രാവശ്യം മാപ്പ് കൊടുത്താൽ അത് വീണ്ടും തെറ്റ് ചെയ്യാൻ വളം വെച്ചു കൊടുക്കുന്നത് പോലെയാകുമെന്ന് അവർക്ക് തോന്നി. മാത്രവുമല്ല, ഇവൻ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കുന്ന തെറ്റല്ല. വിശപ്പകറ്റാൻ വേണ്ടി ഒരു പിടി ചോറ് മോഷ്ടിച്ചവനല്ല ഇവൻ. മറിച്ച് ഒരു കുടുംബത്തിൻ്റെ സമാധാനവും ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനവും തകർക്കാൻ ശ്രമിച്ചവനാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് ലഭിക്കണമെന്ന് മൂവരും ഒരുപോലെ ആഗ്രഹിച്ചു. തൻ്റെ കൂടെ നടന്ന കൂട്ടുകാരൻ, ജീവന് തുല്യം സ്നേഹിച്ച കാമുകൻ എന്ന നിലയിലൊക്കെ അവനെ ആ നിലയിൽ കാണുമ്പോൾ നേർത്തൊരു സങ്കടം അവരുടെ ഉള്ളിൽ എവിടെയോ മിന്നിമറഞ്ഞു. എങ്കിലും അവൻ ചെയ്ത ക്രൂരതയ്ക്ക് മുന്നിൽ ആ സങ്കടത്തിന് ആയുസ്സുണ്ടായിരുന്നില്ല. അവനോട് ഒരല്പം പോലും അനുകമ്പ കാണിക്കേണ്ടതില്ലെന്ന് അവരുടെ വിവേകം അവരോട് മന്ത്രിച്ചു. നീതി നടപ്പിലാകാൻ പോകുന്നതിൻ്റെ ആശ്വാസത്തിൽ സന്ദീപ് മൃദുലയെ ചേർത്തു പിടിച്ചു. പോലീസ് ജീപ്പ് അകന്നു പോയതോടെ ആ വീട്ടിൽ പടർന്നത് വലിയൊരു നിശബ്ദതയായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് സമാധാനത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഗായത്രി യാത്ര പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങിയപ്പോൾ മൃദുല അവളെ കെട്ടിപ്പിടിച്ചു. ഗായത്രി, നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ. മൃദുലയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞുപോയി. ഗായത്രി മൃദുലയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ഇതൊന്നും ഓർത്തു വെക്കേണ്ട മൃദുലേ, മറന്നു കളഞ്ഞേക്ക്. എന്തായാലും അവൻ്റെ ശല്യം ഇനി നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേ. അവൾ പറഞ്ഞത് മൃദുലയൊന്ന് അവളെ നോക്കി ചിരിച്ചു. പോട്ടെ സന്ദീപേട്ട, ഒരു ദിവസം രണ്ടുപേരും അവിടേക്ക് വായോ, ഗായത്രി സന്ദീപിനോടും പറഞ്ഞു.
താങ്ക്സ് ഗായത്രി. തന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. സന്ദീപ് പറഞ്ഞു വന്നതും ഗായത്രി അവനെ തടഞ്ഞു. അയ്യോ മതി സന്ദീപേട്ട, താങ്ക്സ് കേട്ട് കേട്ട് മതിയായി. ഇവളെൻ്റെ ഫ്രണ്ടല്ലേ. അപ്പോൾ പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരു ദിവസം അവിടേക്ക് വായോ, അവൾ വീണ്ടും പറഞ്ഞു. ഗായു, നീ സങ്കടപ്പെടരുത്. ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നിനക്ക് കിട്ടും. മൃദുല പറഞ്ഞതും ഗായത്രി ഒന്ന് അവളെ നോക്കി ചിരിച്ചു. സങ്കടമില്ലെന്നല്ല, പക്ഷേ സന്തോഷമുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതോർത്ത്. ഗായത്രി ഒരു നോവ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഗായത്രിയുടെ കാർ നന്നാക്കി കഴിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പോഴേക്കും രണ്ടുപേരോടും യാത്ര പറഞ്ഞ് ഗായത്രി കാറെടുത്തു. സ്നേഹിച്ച പുരുഷൻ തന്നെ ചതിച്ചതിൻ്റെ വേദന അവളുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും തൻ്റെ സുഹൃത്തിൻ്റെ ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഗായത്രിയെപ്പോലെ നന്മയുള്ള കരുത്തുള്ള ഒരു പെണ്ണിനെ തേടി ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്ന മറ്റൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് വൈകാതെ വരുമെന്ന് മൃദുലയ്ക്കും സന്ദീപിനും ഒപ്പം പ്രകൃതിയും മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗായത്രി പോയി കഴിഞ്ഞപ്പോൾ സന്ദീപ് മൃദുലയുടെ അരികിലേക്ക് വന്നു. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. അവളുടെ കണ്ണുകളിൽ ബാക്കിയുണ്ടായിരുന്ന ഭയത്തിൻ്റെ നിഴലുകൾ അവൻ തൻ്റെ ചുംബനങ്ങളാൽ മായ്ച്ചു കളഞ്ഞു. അന്ന് രാത്രി മഴയുടെ തണുപ്പുള്ള ആ മുറിയിൽ സന്ദീപ് മൃദുലയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മുൻപത്തെ പോലെ പരിഭ്രമങ്ങളോ പരാജയപ്പെടുമെന്ന ഭയമോ അവനെ വേട്ടയാടിയില്ല. മൃദുല അവൻ്റെ മാറിലെ ചൂടിൽ കണ്ണ് ചിമ്മിക്കിടന്നു. സന്ദീപ് അവളെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ഓരോ സ്പർശനത്തിലും വാക്കുകളിലും അവൾക്ക് വേണ്ടി മാത്രം കരുതി വെച്ച വല്ലാത്തൊരു സ്നേഹമുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഇരുട്ട് അകന്നുവെന്നും പ്രണയത്തിൻ്റെ പുതിയൊരു പുലരി വിരിഞ്ഞുവെന്നുമുള്ള തിരിച്ചറിവിൽ അവൾ സന്ദീപിൻ്റെ നെഞ്ചിൽ സമാധാനത്തോടെ ഉറങ്ങി. വീടിന് പുറത്ത് അപ്പോഴും കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിന് അപ്പോൾ വല്ലാത്തൊരു കുളിരായിരുന്നു, ഒരു പുതിയ തുടക്കത്തിൻ്റെ കുളിര്.